നമസ്കാരം. സുവാണിയിലേക്ക് വീണ്ടും സ്വാഗതം. മനുഷ്യനും പ്രപഞ്ചവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ഇന്ത്യൻ സനാതനധർമ്മവും ആത്മീയതയും മുഴുവൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ചില ബന്ധങ്ങൾ പ്രകൃതിയും പ്രപഞ്ചവുമായി മനുഷ്യൻ കണ്ടെത്തിയിരുന്നു. എന്തൊക്കെയാണ് ആ ബന്ധങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, പ്രധാനപ്പെട്ട 5 ഘടകങ്ങളാണ് ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ 5 ഘടകങ്ങളിലായി, 5 വർഗങ്ങളിലായി, 5 വിഭാഗങ്ങളിലായി ഉൾക്കൊള്ളിച്ചു. തരംതിരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. 5 ഭാഗങ്ങളായി 5 ഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചു. 5 ഭാഗങ്ങളായി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ വേറെ പിന്നെ ഭാഗങ്ങളില്ല എന്ന് തോന്നും. പക്ഷേ 5ലായിട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. അതിനെ പഞ്ചഭൂതങ്ങൾ എന്ന പേരിൽ വിളിക്കാനും ശ്രമിച്ചു. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ 5 ഭൂതം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മളിപ്പം ഈ കാണുന്ന പ്രേതം ഭൂതം ആ ഭൂതമല്ല, ഉത്ഭവിച്ചിട്ടുള്ളത്, ഉള്ളത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. അതിൽ 5ാമതിൽ 1 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമി, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പൃഥ്വി, വായു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ പറയാം. ഭൂമി എന്ന് പറയുന്നത് ഖരരൂപത്തിലുള്ള, മണ്ണിൻ്റെ രൂപത്തിലുള്ള, ഖരരൂപത്തിലുള്ള കാഠിന്യത്തെ സൂചിപ്പിക്കുന്നതിനുള്ളതാണ്. ഇത് പലപ്പോഴും ഇതിൻ്റെ ധർമ്മങ്ങൾ ശരീരവുമായി ബന്ധിപ്പിച്ചിട്ട് പറയണം. ഈ 5 ഭൂമി എന്ന് പറയുന്ന രൂപത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് ശരീരം എന്ന് പറയും. അപ്പം ഭൂമി, ശരീരം അങ്ങനെ പറയും. അതിൽ കാഠിന്യമുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ഭൂമി ആയി ബന്ധപ്പെടുത്തുന്നത്. മണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ പറയാം. ഭൂമിയിലെ മണ്ണിനെ ഇതുമായി ബന്ധപ്പെടുത്തി പറയാം. കാഠിന്യമുള്ള വസ്തു അല്ലെങ്കിൽ നിലനിർത്തുന്ന വസ്തു, മറ്റുള്ളതിനെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റ് പല വെള്ളത്തെയും വായുവിനെയും എല്ലാം സ്പേസിനെയും എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാഠിന്യമുള്ള വസ്തു ആയിട്ട് നമുക്ക് ഭൂമിയെ, പൃഥ്വിയെ കണക്കാക്കാം. അത് മനുഷ്യൻ്റെ ശരീരവും അങ്ങനെ കണക്കാക്കാം. 2ാമതാണ് അപ്പ് അല്ലെങ്കിൽ വെള്ളത്തിന് എന്നൊരു സംസ്കൃത പദം കൂടിയുണ്ട്. ജലം ആണ്. അതാണ് ദ്രവരൂപത്തിലാണുള്ളത്. ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ദ്രവരൂപത്തിലുള്ള വെള്ളത്തിൻ്റെ, അത് മഴ, മഞ്ഞ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. ജീവൻ ആദ്യം ഉണ്ടാകുന്നത് തന്നെ വെള്ളത്തിലാണ്. അപ്പോൾ അത് മനുഷ്യ ശരീരത്തിലേക്ക് വരുമ്പോൾ വെള്ളത്തിൻ്റെ രൂപത്തിലും രക്തത്തിൻ്റെ രൂപത്തിലുള്ള ദ്രാവകത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയെ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചറിന് ഇടയ്ക്കുള്ള ഒരു കണ്ടീഷനിലേക്കായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ നിർത്തുക, വസ്തുക്കളെ ലയിപ്പിക്കുക, നമ്മളെ ഉള്ളിൽ നാം കഴിക്കുന്ന വസ്തുക്കളെ അന്നനാളം വഴി താഴേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുക. ഇതെല്ലാം നമ്മളെ സലൈവ അതുപോലുള്ള കാര്യങ്ങളാണ്, ഉമിനീരുമൊക്കെയാണ് സഹായിക്കുന്നത്. അതെല്ലാം വെള്ളത്തിൻ്റെ ഫോമുകളാണ്, അല്ലെങ്കിൽ ജലത്തിൻ്റെ ഫോമുകളാണ്. അതുപോലെ തന്നെ അധികം വരുന്ന നമ്മുടെ വേസ്റ്റ്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് മിനറൽസ് നമ്മുടെ ബോഡിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള വൈറ്റമിൻസും പിന്നെ ഫാറ്റും ഒക്കെ ബോഡിക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കൊണ്ട് പുറന്തള്ളുന്നതിൽ ഒക്കെ വലിയ പങ്ക് വെള്ളത്തിനുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിനുണ്ട്. ശരീരത്തിൽ ദ്രാവക രൂപത്തിലുള്ള അത് രക്തവുമൊക്കെ അങ്ങനെയാണ്. രക്തം ശുദ്ധീകരിക്കുക, ശുദ്ധരക്തം തരിക, അശുദ്ധരക്തം തരിക, ഇതിനെല്ലാം ഉള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ്, ഒരു സെക്ടറാണ് ജലം, അല്ലെങ്കിൽ വെള്ളം. 3ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഗ്നി. അതിനെ നമ്മൾ തേജസ് ആയിട്ട് പറയും. തേജസ് എന്ന് പറയുന്നത് ഇത് ഊർജ്ജത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശരീരത്തിലെ ഊർജ്ജം തന്നെയാണ്, ചൂട് തന്നെയാണ് ഇതിനെല്ലാം ദഹിപ്പിക്കുന്നതും. അതിൽ വ്യത്യാസമുണ്ടാകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ദഹിപ്പിക്കുന്നതും ഇത് നമ്മുടെ ട്രാൻസ്ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒന്നിനെ മറ്റൊന്നായി ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുന്നത്, ഭക്ഷണം കഴിച്ചാൽ അതിനെ ദഹിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് രക്തത്തെ വേർതിരിത്തുന്ന രക്ത അണുക്കളെ ഇങ്ങനെ മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്, ഒരു സംസ്കരിക്കൽ പ്രോസസ്സ് നടത്തുന്ന ആണ് നമ്മുടെ അഗ്നി, അല്ലെങ്കിൽ തേജസ് എന്നുള്ള അർത്ഥത്തിലാണ്, ഫയർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. 4ാമത്തെ വസ്തുവാണ് വായു. വായുവിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇത് ചലനമാണ്. ഒരു സ്ഥലത്തുനിന്ന് വസ്തുക്കളെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും അത് ചൂടുള്ള വായു ശരീരത്തിലായാലും പുറത്തായാലും അത് വികസിക്കുന്നതിനും, തണുത്ത വായു ഉള്ള സ്ഥലത്തേക്ക് പോകാൻ, അപ്പോൾ ചൂടുള്ള വായു, തണുത്ത വായു, ഈ കഥകളിലേക്ക് പോകുന്ന ഒരു ബന്ധം പ്രകൃതിയെ നിലനിർത്തും പോലെ മനുഷ്യ ശരീരത്തെയും നിലനിർത്തുന്നതിന് വളരെ വലിയ റോൾ വഹിക്കുന്ന ഒന്നാണ് വായു. മറ്റൊന്നാണ് ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ആകാശമല്ല, നമ്മുടെ ഭൂമിയിലെ ആകാശമല്ല അർത്ഥത്തിലല്ല, ഹെവൻ എന്നുള്ള അർത്ഥത്തിലല്ല, സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്. ശൂന്യത എന്നാണ്. ശൂന്യത വേണം, കാരണം ശൂന്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ചൂടുള്ള വായു വികസിച്ച് തണുത്ത വായുവിൻ്റെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇത് വേണം, തണുത്ത വായു ഉറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, ഇങ്ങനെ ഇതിൻ്റെ സഞ്ചാരത്തിനും ഇതിനൊക്കെ ഇരിക്കാനൊക്കെ സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ
സ്പേസിനെയാണ് നമ്മൾ, ആ ശൂന്യതയാണ് ഈഥർ അല്ലെങ്കിൽ സ്പേസിനെയാണ് നമ്മൾ സാധാരണയായി ആകാശം എന്ന് പറയുന്നത്. ഇതിനകത്ത് മനുഷ്യന് വ്യാപ്തി നൽകലും ശബ്ദത്തെ ഒന്ന് സംവഹിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ആകാശം എന്നുള്ള കാര്യം, ഓരോ കാര്യത്തിനും ഓരോ ഇന്ദ്രിയങ്ങളും തന്നിട്ടുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഭൂമിയിലുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഭൂമി, വായു, വെള്ളം, അഗ്നി, ആകാശം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ്. അവയ്ക്ക് സമാനമായി മനുഷ്യൻ്റെ ശരീരത്തിൽ 5 അവയവങ്ങളെ വെച്ചിട്ടുണ്ട്. എന്ത് രസകരമാണല്ലേ പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ആത്മീയതയിൽ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ദൈവം ഉണ്ടോ ഇല്ലയെന്ന് തർക്കിച്ച് നമ്മുടെ സമയം കളയുക അല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത യുക്തിവാദത്തിന് പോയി നമ്മുടെ സമയം കളയുകയല്ല ചെയ്യുന്നത്. നമ്മളിത് പഠിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളാണ് വളരെ രസകരമായ കാര്യം. ആ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെവി നമുക്ക് ശ്രവണേന്ദ്രിയം തന്നിരിക്കുന്നത്. സ്പേസ് എന്നുള്ള അർത്ഥത്തിലുള്ള ആകാശവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. സ്പർശം, നമുക്ക് സ്പർശനമായ കാര്യങ്ങളാണ്. നമുക്ക് ത്വക്ക് തന്നിട്ടുണ്ട്. കാഴ്ചയ്ക്കാണ് നമുക്ക് ഇന്ദ്രിയം തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്. രുചി അതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് നാവ് തന്നിട്ടുണ്ട്. മൂക്ക്, മണം ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് മൂക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ 5 മൂലകങ്ങളെ അല്ലെങ്കിൽ 5 ഘടകങ്ങളെ സന്തുലിതമാക്കി നിർത്തുന്നതും നമുക്കിതിനാവശ്യമായ കാര്യങ്ങൾ തരുന്നതും പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇനി അടുത്ത ഒരു രസമെന്ന് വെച്ചാൽ, ഈ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂത സിദ്ധാന്തം നമുക്ക് എന്താണ് ഇത് തരുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയും ഇപ്പം മൂലകങ്ങളെക്കുറിച്ച് പഠിക്കുന്നില്ലേ, ആധുനിക ശാസ്ത്രം പഠിക്കുന്നില്ലേ, ഇതിനെന്താണ് പ്രസക്തി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് പറയുമ്പോഴും നമ്മൾ പഠിക്കേണ്ടത് പഞ്ചഭൂത സിദ്ധാന്തമെന്നൊന്നും ഉള്ള രീതിയിൽ പഠിക്കേണ്ട. പഞ്ചഭൂത സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടോ, അങ്ങനെയല്ല. ഇതുണ്ട്. ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ 5 ഘടകങ്ങളെ ആയിട്ട് പ്രപഞ്ചത്തെ വർഗീകരിച്ചിരിക്കുന്നതെന്നും, അതൊന്ന് ഭൂമി അല്ലെങ്കിൽ പൃഥ്വി, അതുപോലെ ആകാശം, വായു, വെള്ളം, അഗ്നി, ഇങ്ങനെ 4-5 ഘടകങ്ങളിലായിട്ട് ഇതിനെ വർഗീകരിച്ചിരിക്കുന്നുവെന്നും, അത് ഓരോ ഘടകങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നുവെന്നും, ആ ഇന്ദ്രിയങ്ങളുടെ പ്രതിപ്രവർത്തന ഫലമായി നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ബേസായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ. ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ല സന്തോഷമാണ്. അപ്പോൾ അറിവിൻ്റെ വേറെ വേറെ തലങ്ങളിലേക്ക് നമുക്ക് വളരാൻ പറ്റും. നമുക്ക് ഓരോ അറിവുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ശാസ്ത്രം എന്ന് പറഞ്ഞ് ഈ കേട്ടതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് അയ്യോ ഇതൊന്നും അല്ല ജീവിതം, ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കേണ്ട കാര്യമില്ല, നമുക്ക് ശാസ്ത്രം മതി എന്നുള്ള പറയുമ്പോൾ എന്താണ് ശാസ്ത്രം എന്നുള്ളൊരു ചോദ്യവും കൂടി ഉണ്ട്. ആപേക്ഷികമായി കണ്ടുപിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്നതും ആപേക്ഷികമായി കണ്ടുപിടിക്കുന്നതുമായ അറിവുകൾ മാത്രമാണല്ലോ ശാസ്ത്രം. അപ്പോൾ അറിവെന്ന് പറയുന്ന ആ അറിവാണ്. അങ്ങനെ ഒരു അറിവ് നമ്മൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകണം, അത് നമുക്ക് വേണം. സാങ്കേതികവിദ്യകൾ ആവശ്യമുണ്ട്, ശാസ്ത്രം ആവശ്യമുണ്ട്, തീർച്ചയായും വേണം. അത് പറയുമ്പോൾ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയും ഒരു പശ്ചാത്തലമുണ്ട് മനുഷ്യർക്ക് എന്നറിയുമ്പോഴാണ് അതിൻ്റെ ഒരു രസകരവും കൗതുകമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ആത്മീയമായ ചിന്ത എന്ന് പറയുമ്പോൾ മതം എന്ന് പറയുന്ന ഒരു വിഷയം കൂടി ഇതിനകത്ത് കയറി വരും. പലപ്പോഴും പറയാറുണ്ട്, പല ആളുകളും പറയാറുണ്ട്, മതം മനുഷ്യനെ മയക്കുന്നു, മനുഷ്യനെ മോശപ്പെടുത്തുന്നു. ശരിയാണ്. നമ്മൾ മതം മാത്രമല്ല, ഏത് വസ്തുവാണ് അധികം കഴിച്ചാൽ കുഴപ്പമാകാത്തത്? ഏത് വസ്തു അധികം കഴിച്ചാലും കുഴപ്പമാണ്. അതേസമയം അതിലുള്ള നന്മകൾ മാത്രം എടുത്താൽ, അതിലെ ശരികൾ മാത്രം എടുത്താൽ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നുള്ള സ്നേഹത്തിൻ്റെ ഭാവം നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്താൽ അതെവിടെയാണ് തെറ്റതിനകത്ത്? സുവിശേഷം പറയണം, നിൻ്റെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മറ്റൊരാളിനോട് പോയി പറയണം, എവിടെയാണ് തെറ്റ്? പക്ഷെ മറ്റെല്ലാവരും ഞാൻ വിശ്വസിക്കുന്ന പ്രമാണത്തിലേക്ക് വരണം, വന്നില്ലെങ്കിൽ കൊന്നുകളയും, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തും ആഹാരം കൊടുത്തും വസ്ത്രം കൊടുത്തും അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ കയറ്റിയും ആശുപത്രി സ്ഥാപിച്ച് അങ്ങോട്ട് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചും പല രൂപത്തിൽ ഞങ്ങൾ മാറ്റും എന്ന് പറയുന്നിടത്ത് കഥ മാറി. അപ്പോൾ ഇതാരാണ് പ്രശ്നം? മതമാണോ പ്രശ്നം? മതത്തിൽ എഴുതി വച്ചിരിക്കുന്ന തത്വസംഹിതകളാണോ വിഷയം? അതോ മനുഷ്യനാണോ പ്രശ്നം? അതാണ് വലിയ അടുത്തൊരു ചോദ്യം വരുന്നത്. നമ്മൾ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ് വിഷയം. നമ്മുടെ അറിവിന് പഴയ കാലത്ത് കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യർ കാടുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് കുറച്ചൊക്കെ നാഗരികതയിലേക്ക് വരുമ്പോൾ, അതായത് കൃഷി ആരംഭിക്കുന്നു, സംസ്കാരം ആരംഭിക്കുന്നു, കലാഭാഷയൊക്കെ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് മനുഷ്യന് കുറേ ചിട്ടകൾ കൂടി വരണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്ക് മതമൊക്കെ വരുന്നത്. പക്ഷേ അതിനെ സംഭവിച്ചത് ഒരു പുരോഹിത വർഗം, അതിപ്പോൾ ഹിന്ദു മതം എടുത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരല്ല, ഈ പറയുന്ന നമ്പൂരി നായർ ആ ബ്രാഹ്മണരല്ല, ഒരു ജാതി വിഭാഗമല്ല പറയുന്നത്, അല്ലാതെ ഒരു കൺസെപ്റ്റൽ ഉള്ള ബ്രാഹ്മണ പുരോഹിത വർഗവും
അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതം എടുത്താൽ പള്ളിയിലച്ചന്മാരും ബിഷപ്പ് അടങ്ങുന്ന ഒരു പുരോഹിത വർഗവും, മുസ്ലിങ്ങളെടുത്താൽ അവർ അടങ്ങുന്ന മുല്ലാക്കന്മാരടങ്ങുന്ന അവരുടെ ഒരു പുരോഹിത വർഗവും. ഈ പുരോഹിത വർഗം പലപ്പോഴും ഇത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു ആയുധമായി കൂടി മതത്തെ പ്രയോജനപ്പെടുത്തി. അങ്ങനെ വന്നപ്പോഴാണ് അപരൻ്റെ മതത്തെ പുച്ഛിക്കാനും അപരൻ്റെ കാര്യങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പിന്നെ വിവാഹം, പരസ്പരം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, വിവാഹം കഴിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലൊക്കെ ചില ചിന്തകൾ വന്നു. അപ്പോൾ ആ ചിന്തകൾ വരുന്നതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ള ചിന്ത വരുന്നു. അപ്പോൾ മതത്തിൻ്റെ ഈ ചിന്തകൾ പറയുമ്പോൾ മനുഷ്യൻ ഇടുങ്ങിപ്പോകുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ആത്മീയത, ശാസ്ത്രം, മതം, ഭൗതികത ഇവയിൽ ഏതിലായാലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇവയിലുള്ള നല്ലതൊക്കെ ഏതുണ്ടോ അതെല്ലാം അങ്ങ് എടുക്കുക. മോശപ്പെട്ടതൊന്നും നമുക്ക് വേണ്ട. മോശപ്പെട്ട എല്ലാം നമുക്ക് പരിഷ്കരിച്ച് കൊണ്ടുപോവുക. ഇതാണ് സനാതനധർമ്മമൊക്കെ പറയുന്നത്. സനാതനധർമ്മം പറയുന്നില്ല നിങ്ങളെല്ലാവരും ഹിന്ദു മതത്തിൽ വിശ്വസിക്കണം. ഹിന്ദുമതത്തിന് മതം പോലും സനാതനധർമ്മത്തിലില്ല, അല്ലെങ്കിൽ ആ ചിന്തയിലില്ല. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളാവണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളാവണം, ക്രിസ്ത്യാനികളാവണം, ഇങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ സത്യം അന്വേഷിക്കുന്ന പോവുകയും ശരിയായ കാര്യങ്ങളിലേക്ക്, പാതകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ എടുക്കുകയും നമ്മുടെ യുക്തി, കാരണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പിറകെ പോയി പഠിച്ച് സമയം കളയലല്ല നമ്മുടെ ലക്ഷ്യം. അതല്ല മാനവൻ്റെ ലക്ഷ്യമേ അതല്ല. എല്ലാ ഭൗതിക ജീവിതവും മാറ്റിവെച്ച്, എല്ലാ കുടുംബ ഉത്തരവാദിത്വം മാറ്റിവെച്ച്, എല്ലാ സാമൂഹ്യ ഉത്തരവാദിത്വം മാറ്റിവെച്ച് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ആത്മീയ അന്വേഷിക്കുകയാണ് എന്ന് പറയലല്ല. ഞാൻ ആത്മീയവാദിയാണ്, ഞാൻ സന്യാസിയാണ്, സ്വാമിയാണ് എന്ന് പറയലല്ല. അതൊക്കെ പക്ഷേ അതിനപ്പുറം അത് ഒരു പർട്ടിക്കുലർ ലെവലിൽ ഗൃഹസ്ഥാശ്രമമൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ ഓക്കെ. അല്ലാതെ നമ്മൾ ഇതിന്നൊരു ഒളിച്ചോടി നമ്മൾ ആത്മീയത പഠിക്കാൻ പോകുന്നതല്ല ശരിക്കും ആത്മീയതയുടെ രീതിശാസ്ത്രം. നമ്മൾ കൃത്യമായി ഭൗതിക ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്നുള്ള ചിന്തയിൽ ആണ് നമുക്ക് ഈ അറിവൊക്കെ നേടേണ്ടത്. അപ്പോൾ മനുഷ്യൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പോലെ പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ്, പഞ്ചഭൂതങ്ങൾ എന്താണ്, അത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇവ എങ്ങനെയാണ് മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, മനുഷ്യ ശരീരത്തിൽ ഇതിനുള്ള സ്വാധീനം എന്താണ്, മനുഷ്യൻ്റെ ജീവനിൽ ഇതിനുള്ള സ്വാധീനം എന്താണ്, അങ്ങനെ സ്വാധീനമുണ്ടോ, അപ്പോൾ ജീവനുണ്ടോ, ഇങ്ങനെ വളരെ രസകരമാണ്. ഇത് അന്വേഷിച്ച് പോകുമ്പോൾ വളരെ കൗതുകമുള്ള ഒരു അന്വേഷണ വിഷയമാണ്. അപ്പോൾ ആ അന്വേഷിച്ച് പോകലെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. നമുക്ക് പുറത്തുനിന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോകാം, ഇന്നർ ആയിട്ടുള്ളൊരു അന്വേഷണമുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഇന്നറായി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. മനസ്സിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളാകട്ടെ, ജീവൻ്റെ വ്യത്യസ്ത ഘടകങ്ങളാകട്ടെ, ആത്മാവെന്ന സങ്കല്പമാകട്ടെ, അല്ലെങ്കിൽ ആത്മാവെന്ന ഒരു കൺസെപ്റ്റ് ആകട്ടെ, ഒരു കാഴ്ചപ്പാടാകട്ടെ, ഇതൊക്കെ മനുഷ്യന് തന്നത് ഇത്തരത്തിലുള്ള ഇന്നറായിട്ടുള്ള ഒരു ഇന്നർ നോളജ് ഡെവലപ്പ് ചെയ്തിട്ടാണ്, അത് പുറത്ത് പോയിട്ടല്ല. അപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ഒന്ന്, ഒരു ഔട്ടർ നോളജ്, മറ്റ് സ്ഥലത്തുനിന്ന് എടുക്കുന്ന കുറേ നോളജുണ്ട്, നമുക്ക് കുറേ വിവരങ്ങളുണ്ട്, കുറേ അറിവുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ. അതോടൊപ്പം ഇന്നർ നോളജ് നമുക്കുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നർ നോളജ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാനീ പറഞ്ഞ നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നതും മനസ്സ് സൃഷ്ടിച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ മനസ്സിൻ്റെ തലവും ശരീരത്തിൻ്റെ തലവും. നമ്മുടെ മൂലകങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്ക് തന്മാത്ര കാണാൻ പറ്റുന്നതല്ല, ആറ്റം നമുക്ക് കാണാൻ പറ്റാത്തതല്ല. നമുക്ക് ആറ്റത്തിൻ്റെ വിസ്ഫോടനം വന്നപ്പോഴാണ് നമുക്കത് അങ്ങനെ ഈ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് കൂടുതൽ പോകും. അതുവരെ നമുക്ക് ഉണ്ട് എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. പല ശാസ്ത്രകാരന്മാർ പറയുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാതെ 4 ശാസ്ത്രകാരന്മാർ കൂടി ചേർന്ന് വേണമെങ്കിൽ നമ്മളെ പറ്റിച്ചൂടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാം. എല്ലാവരും ഒരേ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ വേണമെങ്കിൽ പറ്റിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇല്ലാത്തത് വേണമെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്താം. ഇത് ഉള്ള കാര്യങ്ങളെ ഇങ്ങനെ വിശകലനം ചെയ്ത് പോകുന്നതിൻ്റെ ഒരു രീതി എന്തെന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യജന്മത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണാതെ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും, അങ്ങനെ നമുക്കൊരു അങ്ങനെ പോകുന്നതിനാണ് ഇന്നർ നോളജിൻ്റെ ആവശ്യം. നമുക്ക് ആന്തരികമായ ഒരു അറിവിൻ്റെ ആവശ്യം, ഒരു ആന്തരികമായ ഒരു അറിയലിൻ്റെ ആവശ്യം. അതറിയിക്കാനൊന്നുമല്ല, ആരെയും അറിയിക്കാനല്ല, അല്ലെങ്കിൽ മറ്റൊരാളിന് പകർന്നു കൊടുക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഞാനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനും ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ സകല ചരാചരങ്ങളുടെ ഉന്മയുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതിലൊരു ചെറിയ അംശമായിട്ടുള്ള ഞാൻ ഈ പ്രപഞ്ചവുമായി സംവേദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഞാൻ സംസാരിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായു ഞാൻ ഓക്സിജൻ്റെ രൂപത്തിൽ പുറത്തെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രൂപത്തിൽ ഞാൻ പുറത്തുവിടുന്നു, ഞാൻ സംസാരിക്കുന്നു. എൻ്റെ സംസാരത്തിൻ്റെ ഈ ചൂടും അത് പുറത്തുവിടുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. അത്
അനേകായിരം വൈറസും ബാക്ടീരിയയൊക്കെ അത് ഏറ്റെടുക്കുന്നു, അത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ചാക്രിക വ്യവസ്ഥ. പിന്നെ ആഹാരം കഴിക്കുന്നു, വസ്ത്രം ഉപയോഗിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ ഇങ്ങനെ വാഷ്റൂമിൽ പോകുന്നു. ഇതൊരു വളരെ വലിയൊരു ചലനാത്മകതയാണ് ഞാൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ചലനമാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നിശ്ചലമല്ല. അപ്പോൾ ഭൂമിയിലും ഈ ചലനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് ആത്മീയത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്ത് ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ മനുഷ്യനെ ഉൾക്കൊണ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ ഏതെല്ലാം ഘടകങ്ങളിലാക്കി പഠിക്കുന്നതാണ് നമുക്ക് എളുപ്പം, അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ ഇതിനകത്ത് മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ശാസ്ത്രവും ഇതും തമ്മിൽ യുദ്ധം നടക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ പ്രകൃതിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ 4-5 വിഭാഗങ്ങളെല്ലാമായിട്ട് പഠിക്കാം നമുക്ക് എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി, അങ്ങനെ മനസ്സിലാക്കുകയും മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയുമൊക്കെ ഇതുപോലെ 4-5 വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കുകയും ഓരോ വിഭാഗത്തിനും ഓരോ കടമയുണ്ട്, ഓരോ ധർമ്മമുണ്ടെന്ന് പഠിക്കുകയും അത് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശരിയായ അറിവിലേക്ക് നമ്മൾ വരുന്നത്. അത് ഉള്ളൊരു അധ്വാനമാണ് നമ്മൾ ഈ സുവാണിയിലൂടെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ, ഓരോരുത്തരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, എന്തിങ്ങനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ഇന്നലകളിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടി, ഇന്നലകളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ദുഃഖങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെട്ട ദുഃഖങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെട്ട സുഖം കിട്ടുന്നതിന് വേണ്ടി, അങ്ങനെ ഓരോ ആനന്ദത്തിലേക്ക് പോകുന്നതിന് വേണ്ടി, സന്തോഷത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് മനുഷ്യൻ നടത്തുന്നത്. ഈ അന്വേഷണത്തെ മനുഷ്യനെ സഹായിക്കുമ്പോഴാണ് ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ശരീരവും മനസ്സും നിലനിൽക്കണം. ഈ നിലനിൽക്കൽ എന്ന് പറയുന്ന ഒരു ബാലൻസിങ് ആണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കഴിയുമ്പോൾ ബോഡി തണുക്കും. എന്താ അവിടെ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ ലെവൽ പോയി. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ലെവൽ പോയത്? ടെമ്പറേച്ചർ ലെവൽ പോകുന്നത് അഗ്നിയുടെ ഒരു വിളയാട്ടമെന്ന് പറയാം. അങ്ങനെ അഗ്നി കൂടുകയോ കുറയുകയോ കുറയുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ അഗ്നിയുടെ സാന്നിധ്യം കുറയുമ്പോഴാണല്ലോ ടെമ്പറേച്ചർ കുറയുകയും തണുക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതെങ്ങനെയാണ്? വായുവിന് സഞ്ചരിക്കാൻ പറ്റാതെ വരും. വായുവിന് സഞ്ചരിക്കാൻ പറ്റാതെയും ടെമ്പറേച്ചർ കംപ്ലീറ്റ് കുറഞ്ഞു പോയാലോ വെള്ളത്തിന് സഞ്ചരിക്കാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ രക്തത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല. രക്തവും വെള്ളവും സഞ്ചരിക്കാതിരുന്നാലോ മറ്റ് മിനറൽസും മറ്റ് നമ്മൾ കഴിക്കുന്ന നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള മറ്റ് വസ്തുക്കൾക്ക് സഞ്ചരിക്കാൻ. ഇതൊരു ചാക്രിക അവസ്ഥയാണ്. ഇത് പഠിക്കണം, നല്ല രസകരമാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ഒരു ചാക്രികമായ സൈക്ലിക്കായ ഒരു പ്രോസസ്സ് ഉണ്ട്. ഞാൻ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കണം, അതിന് പല വഴിക്ക് പോകണം. ഞാൻ കുടിക്കുന്ന വെള്ളത്തെ എനിക്ക് ഗുണകരമായ രീതിയിലേക്ക് മാറ്റി തീർത്ത് അതിനെനിക്ക് ആവശ്യമുള്ളത് ചെയ്തു തരണം. ഞാൻ കഴിക്കുന്ന ഫലവൃക്ഷങ്ങൾ എന്തായാലും, ഞാൻ എന്ത് കഴിച്ചാലും കഴിക്കാതിരുന്നാലും ഒക്കെ എനിക്ക് ആവശ്യമായ ഒരു ബോഡി മെക്കാനിസം ഉണ്ടാക്കി തരുന്നത് ഈ പറയുന്ന ഘടകങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭൂമിയിലും ഇത്തരം ഘടകങ്ങൾ ധാരാളമുണ്ട്. അവയുടെ പ്രതിപ്രവർത്തന പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു ഓട്ടമാണ്. അത് രാസപ്രവർത്തനമാകാം, ജൈവിക പ്രവർത്തനമാകാം, ഭൗതിക പ്രവർത്തനമാകാം, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാകും. ഈ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് നമ്മൾ രസകരമായി നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് കയറുന്നത്. അല്ലാതെ നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതികമായ ജീവിതം വിട്ട് നമ്മൾ ഭയങ്കരമായ ദൈവിക ചിന്തയിലോട്ടൊക്കെ പോയി എപ്പോഴും കുറേ ഭസ്മക്കുറിയും ചന്ദനക്കുറിയൊക്കെ ഇട്ട് അതിൻ്റെ കുങ്കുമക്കുറിയൊക്കെ ഇട്ട് 24 മണിക്കൂറും ദൈവമേ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. മറിച്ച് ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ഞാനീ പറഞ്ഞ വിഷയങ്ങളിലേക്ക് മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ്, മനുഷ്യൻ മാറുമ്പോഴാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ തലം മാറുന്നത്. അങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ അവസരം വേണം, അങ്ങനെ പഠിക്കുകയും വേണം. അപ്പോൾ വളരെ അതാണ് നമ്മൾ നിൽക്കുന്ന സ്പേസ് എവിടെയാണ്, ഏതെല്ലാം ഇലമെൻ്റ് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്, എൻ്റെ ബോഡി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ ബോഡിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ ഇലമെൻ്റ് എന്താണ്, അതെപ്പോഴാണ് നഷ്ടമാകുന്നത്, അത് നഷ്ടമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇനി ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടാവുമെങ്കിൽ എൻ്റെ രൂപം എന്തായിരിക്കും, നേരത്തെ ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ രൂപം എന്തായിരുന്നു, ഇനി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ രൂപം എന്തായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടല്ലോ. ഈ അന്വേഷണവും ഇങ്ങനെ കാര്യകാരണ സഹിതം പഠിക്കലുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഈ പഠിക്കുവാനുള്ള ത്വര, അല്ലെങ്കിൽ ഇങ്ങനെ അറിയുവാനുള്ള ത്വര മനുഷ്യരിലുണ്ട്. അതാണ് ആത്മീയത. മറ്റൊരു വിവരമെടുക്കാനാണ്. നമുക്ക് വിവരമെടുക്കാനും കാര്യങ്ങൾ പുറത്തുപോയി മനസ്സിലാക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ ഇന്നർ നോളജിലൂടെ പല ചോദ്യങ്ങളും ചോദ്യങ്ങൾ പലതും ഇന്നർ ചോദ്യങ്ങളാണ്. ഇന്നർ നോളജിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുകയും ചെയ്യുക, മറ്റൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും അകത്തിരിക്കുന്ന മനുഷ്യൻ അകത്തിരുന്നു കൊണ്ട് തന്നെ അകത്തിൻ്റെ അകത്ത് കയറിയിരുന്നു, മനുഷ്യൻ്റെ ഉള്ളിലവൻ കയറിയിരുന്ന് അവൻ്റെ ശ്വാസത്തെ അവൻ നിരീക്ഷിച്ച്, അവൻ്റെ പിന്നെ ഉച്ഛ്വാസവായുവിനെ നിരീക്ഷിച്ച്
ശ്വാസം കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം നിരീക്ഷിക്കണമെന്നാണ്. അങ്ങനെ നിരീക്ഷിച്ച് പുതിയ 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 കാര്യങ്ങൾ അവൻ കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന കാര്യങ്ങൾ കൂടി ലോകത്തോട് പുറത്ത് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നൊരു ജോലി നമ്മളും കേൾക്കുന്നവരും പറയുന്നവരുമാവുകയല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ അനുഭവം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അനുഭവം കൊണ്ടുവരുന്നതിനാണ് കുറേ ടൂളുകളൊക്കെ പറയുന്നത്. ഇതിൻ്റെ വായനയാവട്ടെ, ഇത് പഠിക്കുന്നതാകട്ടെ, യോഗ ചെയ്യലാകട്ടെ, പല പല അനുഭവങ്ങളും അനുഭവത്തിൻ്റെ തലത്തിലേക്ക് മനുഷ്യന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന യുവജന ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി 4-5 മാർഗങ്ങൾ മനുഷ്യന് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ജ്ഞാനത്തിൻ്റെ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. കർമ്മയോഗ ജ്ഞാനത്തിൻ്റെ യോഗത്തിലൂടെ, യോഗം എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന രീതി എന്നൊക്കെ പറയാം. ജ്ഞാനയോഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കർമ്മയോഗത്തിലൂടെ കൃത്യമായ കർമ്മങ്ങൾ സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും ഒരു സ്നേഹത്തോടെയും കരുതലോടെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളുടെ, പ്രത്യേകിച്ച് കർമ്മബന്ധിതമല്ലാത്ത ചിന്തയിലൂന്നിയ കർമ്മത്തിലൂടെ, നിഷ്കാമ കർമ്മത്തിലൂടെ, കാമമാകുന്ന വിഷയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചെയ്യാത്ത കർമ്മത്തിലൂടെ, അതാണ് നിഷ്കാമകർമ്മം. അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ വളരെ സുതാര്യമായി തന്നെ മുന്നോട്ട് പോകുന്ന കർമ്മയോഗത്തിലൂടെ സഞ്ചരിക്കാം. ഭക്തിയോഗത്തിലൂടെ സഞ്ചരിക്കാം. സ്വാമി വിവേകാനന്ദൻ പറയുന്നതാണ് ഭക്തിയോഗത്തിലൂടെ. ഭക്തി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്താണ്, ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ ഈ പ്രപഞ്ചവുമായും പ്രപഞ്ചശക്തികളുമായും ചേർന്ന് നിൽക്കുന്നതാണ് ഭക്തി. അങ്ങനെ നമുക്ക് ഭക്തിയോഗത്തിലൂടെ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനമാണ് രാജയോഗത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. യോഗാശാസ്ത്രത്തിലൂടെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ മനുഷ്യൻ ബേസിക്കലായിട്ട് ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യൻ, കേവലം ആഹാരം കഴിക്കുകയും വസ്ത്രം ഉടുക്കുകയും ഉറങ്ങുകയും അല്ലെങ്കിൽ സന്താനോൽപാദനം നടത്തുകയും അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നതിനപ്പുറമുള്ള ഈ ഒരു ലോകത്തെക്കുറിച്ച് കൂടി ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്നു. അങ്ങനെ പറയുമ്പോഴാണ് ഇതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള പഞ്ചഭൂതം എന്താണ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ്, അവയുടെ കടമ എന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, അത് മനുഷ്യ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ പ്രപഞ്ചത്തിൽ അതെന്താണ് ചെയ്യുന്നത്, ഭൂമിയിൽ അതെന്താണ് ചെയ്യുന്നത്, ഇതിനെന്തെങ്കിലും കുറവ് വന്നു പോയാൽ അത് ഒന്നുകിൽ കുറവ് വരണം അല്ലെങ്കിൽ പൊല്യൂട്ടായി പോകണം. രണ്ടായാലും പ്രശ്നമാണ്. ഇപ്പം ഭൂമിയായാലും അത് മനുഷ്യ ശരീരം അങ്ങനെ തന്നെയാണല്ലോ. ഭൂമിയായാലും ആകാശമായാലും വായുവായാലും വെള്ളമായാലും ഏത് ഘടകമായാലും ഏത് ഇന്ദ്രിയമായാലും ഏത് ഭൂതമായാലും പഞ്ചഭൂതങ്ങളിൽ ഏത് വസ്തുക്കളായാലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുന്നു, ക്വാളിറ്റിയിലും വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും അത് പൊല്യൂട്ടഡൊക്കെ ആയിപ്പോയാൽ മനുഷ്യൻ്റെയും ജീവൻ്റെയും നിലനിൽപ്പിനെ ബാധിക്കും. അപ്പോൾ ഇത് പഠിക്കുക എന്നുള്ളതാണ്, ഇത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കർമ്മയോഗത്തിലൂടെ അല്ലെങ്കിൽ ഭക്തിയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ, രാജയോഗത്തിലൂടെ മനുഷ്യൻ ആരെന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിയുന്നത് ഞാൻ ആരെന്ന് ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ എന്താണെന്ന് ബോധ്യപ്പെടുന്നത് എനിക്ക് പല ദുഃഖങ്ങളിൽ നിന്ന്, മരണമെന്ന ദുഃഖത്തിൽ നിന്ന് പോലും മോചിതനാകാനാണ്. മരണമെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അങ്ങനെ മോചിതരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാരത്തിലാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ടുള്ള ഇലമെൻസൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് വളരെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ആത്മീയത എന്ന് പറയുന്നത് കേവലം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മൈത്രേയൻ്റെ ഇന്നലെ ഒരു പ്രസ്താവന കേട്ടു, ഹാഷിം താജുദ്ദീനുമായിട്ട് എനിക്കിതിലൊന്നും വിശ്വാസമില്ല, എനിക്കിതിനെ സംബന്ധിച്ച് വിവരങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യനും ഒരു നിമിഷവും കഴിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അടുത്ത നിമിഷം മരിച്ചു പോകില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത്, അടുത്ത ദിവസം അസുഖം വരില്ല എന്നുള്ള വിശ്വാസത്തിൽ, ആ ഒരു വിവരം അതൊരു വിവരമല്ല. അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിൽക്കുന്ന, അടുത്ത നിമിഷത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഉള്ളിടത്തോളം കാലം നമുക്ക് വിശ്വാസികളായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു, അയാൾ നമ്മളെ തല്ലുമോ സ്നേഹിക്കുമോ നമുക്ക് ഷേക്കാൻ്റെ തരുമോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും മിനിമം ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, അയാൾ നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും തല്ലുകയില്ല എന്നൊരു വിശ്വാസം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തോട്ട് ആൾ വരുത്തത്തില്ലല്ലോ. അപ്പോൾ നമുക്കൊരു വിശ്വാസം എന്ന് പറയുന്നൊരു ഘടകമില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അത് വേറൊരു വിഷയമാണ്, നമുക്ക് മറ്റൊരു ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ വളരെ അടിസ്ഥാനപരമായ ഘടകങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലായാലും പ്രപഞ്ചത്തിലായാലും മനുഷ്യനിലായാലും ഏകദേശം സമാനമാണെന്നും ഇത് സിങ്ക്രണൈസ് ചെയ്ത് നിൽക്കുന്നതാണെന്നും പ്രപഞ്ചവുമായി മനുഷ്യൻ സിങ്ക്രണൈസ് ചെയ്ത് നിൽക്കുന്നതാണെന്നും ആ സിങ്ക്രണൈസ് നിൽക്കുന്ന ഘടകങ്ങളെ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവയവങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നിരിക്കുന്നതെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനം. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഈ ഓരോ വസ്തുക്കളെയും വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് നമുക്ക്
രസകരമായി നമുക്ക് പലതിനും ഉത്തരം കിട്ടി മുന്നോട്ട് പോകാൻ കഴിയും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ അന്വേഷകനാണ്. അത് പിന്നെ യുക്തിവാദി അന്വേഷകനാണ്, ഭക്തിവാദി അന്വേഷകനാണ്, മുക്തിവാദി അന്വേഷകനാണ്. എല്ലാവരും അന്വേഷകരാണ്. ഉണ്ടോ, അടുത്തത് എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷയും ഒരു അന്വേഷണ ത്വരയുമാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്വേഷണ ത്വരയിൽ ഇതൊക്കെ കൂടി പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് വളരെ മനോഹരമായിരിക്കും.